ഇൻകം ടാക്സ് ആൻഡ് GSTയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ടാക്സ് ലയബിലിറ്റി ഓഫ് ഇൻഡിവിജ്വലിൻ്റെ മറ്റൊരു പ്രോബ്ലമാണ് ചെയ്യുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: സി ഏജ് 48 years, എ ടാക്സ് കൺസൾട്ടൻറ്റ് who maintains books of account on cash basis furnishes the following particulars of income for the previous year 2019-20. 2019-20 വർഷത്തിലെ സി എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ടാക്സ് കൺസൾട്ടൻ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ ഇൻകമാണ് താഴെ തന്നിട്ടുള്ളത്. അതിൽ നിന്ന് നമ്മോട് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? ഡിറ്റർമിൻ ടാക്സബിൾ ഇൻകം ആൻഡ് ടാക്സ് ലയബിലിറ്റി ഓഫ് സി ഫോർ ദി അസസ്മെൻറ്റ് ഇയർ 2020-21. 2020 അസസ്മെൻറ്റ് ഇയറിലെ 2020-21 അസസ്മെൻറ്റ് ഇയറിലെ സിയുടെ ടാക്സബിൾ ഇൻകവും അതുപോലെ തന്നെ ടാക്സ് ലയബിലിറ്റിയുമാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ഒരു ടാക്സ് കൺസൾട്ടൻ്റ് ആണ്. ടാക്സ് കൺസൾട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള കൂടുതൽ ഇൻകം എന്തായിരിക്കാം? പ്രൊഫഷൻ ഇൻകം ആയിരിക്കും. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ നോക്കാം, അതിൽ നിന്ന് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് തന്നത് ഇതാണ്: റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ആണ്. റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, അദ്ദേഹത്തിന് കുറേ റെസീപ്റ്റും ഉണ്ട്, കുറേ പേയ്മെൻറ്റ്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ നോക്കുകയാണ്, ഓരോ ഐറ്റംസ് നോക്കുകയാണ്. ഫീസ് ഫ്രം ക്ലയൻസ്, പ്രസൻറ്റ് ഫ്രം ക്ലയൻസ്, അല്ലേ? ഫീസ് കിട്ടിയത്. അപ്പോൾ ഇത് എന്ത് തന്നെയാണ്? പ്രൊഫഷൻ ഇൻകമാണ് നമുക്ക് തന്നിട്ടുള്ളത്. അദ്ദേഹം ഒരു ടാക്സ് കൺസൾട്ടൻ്റ് ആണ്. ടാക്സ് കൺസൾട്ടൻ്റ് ആണ്, അദ്ദേഹത്തിന് കിട്ടുന്ന ഇൻകം എന്തായിരിക്കും? പ്രൊഫഷൻ ഇൻകം ആയിരിക്കും. അപ്പോൾ അദ്ദേഹത്തിന് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതാണ് ഇൻകം ഫ്രം പ്രൊഫഷൻ ആണ്, അല്ലേ? എന്നിട്ട് പർച്ചേസ് ഓഫ് ഫർണിച്ചർ, കാർ എക്സ്പെൻസസ്, സാലറി ടു സ്റ്റാഫ്, ഓഫീസ് റെൻ്റ് ഒക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ഇൻകം ഫ്രം പ്രൊഫഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് കാര്യമായിട്ട് ഇവിടെ ചെയ്യേണ്ടത് ഇൻകം ഫ്രം പ്രൊഫഷൻ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം, ഇൻകം ഫ്രം പ്രൊഫഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാ ഇൻകം എടുക്കുക, എന്നിട്ട് അത് കൂട്ടിയിട്ട് നമുക്ക് അലവബിൾ ആയിട്ടുള്ള, അതായത് അഡ്മിസിബിൾ എക്സ്പെൻസ് എല്ലാം അതിൽ നിന്നും കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന തുകയാണ് ഇൻകം ഫ്രം പ്രൊഫഷന്, അല്ലേ? ബിസിനസ് ആണെങ്കിൽ അങ്ങനെയല്ല, നെറ്റ് പ്രോഫിറ്റ് എടുത്ത് ഡിസലൗഡ് എക്സ്പെൻസസ് ആഡ് ചെയ്ത് ഡിസലൗഡ് ഇൻകംസ് എന്ത് ചെയ്യുക? ലെസ് ചെയ്യുക. പ്രൊഫഷൻ ആകുമ്പോൾ എല്ലാ ഇൻകം കൂട്ടുക, അതിൽ നിന്ന് എല്ലാ എക്സ്പെൻസും കുറച്ചാൽ മാത്രം മതി. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് ഇൻകം ഫ്രം പ്രൊഫഷൻ എന്ന്. നമുക്ക് നോക്കാം. ഇവിടെ റെസീപ്റ്റ് വന്നിട്ടുണ്ട്, അല്ലേ? റെസീപ്റ്റിൽ ഫസ്റ്റ് ബാലൻസ് ബ്രോ ഡൗൺ ആണ്, നമുക്ക് ആവശ്യമില്ല, കഴിഞ്ഞ വർഷത്തതായിരിക്കാം. ഫീസ് ഫ്രം ക്ലയൻസ്, ക്ലയൻറ്റിൻ്റെ കയ്യിൽ നിന്നും ഫീസ് ഇനത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇതെടുക്കണ്ടേ? എടുക്കണം. അടുത്തത് പ്രസൻസ് ഫ്രം ക്ലയൻസ്, ക്ലയൻസിൻ്റെ കയ്യിൽ നിന്നും സമ്മാനം കിട്ടിയിരിക്കണം അദ്ദേഹത്തിന് 20,000 രൂപ. എടുക്കണ്ടേ? എടുക്കണം. പിന്നെയോ ലോൺ ഫ്രം PPF, പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ടിൽ നിന്നും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ലോൺ എടുത്തിട്ടുണ്ട്. അങ്ങനെ PPF നിന്ന് ലോൺ എടുക്കുന്നത് അത് അയാൾ ഇൻകാണോ? അയാൾ ഇൻകല്ലല്ലോ, അദ്ദേഹം ലോൺ എടുത്തതല്ലേ. അത് PPF എന്നാണ് എടുത്തിട്ടുള്ളത്. PPF ഒരു പ്രൊവിഡൻറ്റ് ഫണ്ടിൽ ചേർന്ന് കഴിഞ്ഞാൽ അതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് ആവുന്ന വരെ നമ്മൾ കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കതിൽ നിന്ന് ലോൺ വേണമെങ്കിൽ എടുക്കാം. അങ്ങനെ ലോൺ എടുത്ത എമൗണ്ടാണ്, അതെന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അദ്ദേഹത്തിന് ഇൻകത്തോട് കൂട്ടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് വേണ്ടത്? ഫീസ് ഫ്രം ക്ലയൻസ് വേണം, പ്രസൻറ്റ് ഫ്രം ക്ലയൻസും വേണം. രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ഇൻകം ഉള്ളത്, ഫീസും ഉണ്ട്, പ്രസൻസും ഉണ്ട്. ഇനി ഇതിൽ നിന്നും അഡ്മിസിബിൾ എക്സ്പെൻസസ് ഡിഡക്റ്റ് ചെയ്യണം. നോക്കാം. ഒന്നാമത്തത് പർച്ചേസ് ഓഫ് ഫർണിച്ചറാണ്. 28,000 രൂപക്ക് ഫർണിച്ചർ വാങ്ങി എന്ന് പറഞ്ഞത്. ഫർണിച്ചർ ഫിക്സഡ് അസറ്റ് ആണ്. ഫിക്സഡ് അസറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ ആ എമൗണ്ട് മുഴുവനായിട്ട് കുറക്കാൻ പാടില്ല. എന്താ കുറക്കേണ്ടത്? അഡ്മിസിബിൾ ഡിഡക്ഷൻ അല്ലെ അഡ്മിസിബിൾ എക്സ്പെൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിപ്രീസിയേഷൻ. ഫിക്സഡ് അസറ്റിന്റെ ഡിപ്രീസിയേഷൻ മാത്രമേ കുറക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഇവിടെ ഫർണിച്ചർ വാങ്ങിയപ്പോൾ ഫർണിച്ചറിന്റെ ഡിപ്രീസിയേഷൻ നമുക്ക് കുറക്കാം, ഫർണിച്ചറിന്റെ ഫുൾ എമൗണ്ട് കുറക്കാൻ പാടില്ല. അപ്പോൾ അതിന്റെ ഡിപ്രീസിയേഷൻ നമുക്ക് കുറക്കണം. കാർ എക്സ്പെൻസസ് ആണ്, അത് മുഴുവൻ കുറക്കണം. എക്സ്പെൻസ് ആണ്. ഇനി കാറിന്റെ എമൗണ്ട് ആണ് ഇത് തന്നിരുന്നെങ്കിൽ കുറക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ കാറിന്റെ ഡിപ്രീസിയേഷൻ, ഇത് കാർ എക്സ്പെൻസ് ആണ്, കാർക്ക് എണ്ണടിച്ചതും മറ്റുള്ള മെയിൻ്റെനൻസ് എക്സ്പെൻസ് ആണെന്നുള്ളത് അത് കുറക്കാം. മറ്റത് സാലറി ടു സ്റ്റാഫിന് സാലറി കൊടുത്തത് അഡ്മിസിബിൾ എക്സ്പെൻസ് ആണ്, അത് ഡിഡക്റ്റ് ചെയ്യണം. ഓഫീസ് റെന്റ്, അല്ലേ? നമ്മൾ ഓഫീസിന് ഇയാൾ ടാക്സ് കൺസൾട്ടൻ്റ് ആണ്, സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഓഫീസ് ഉണ്ടാവും, അതിൻ്റെ റെന്റ് കൊടുത്തു. പിന്നെ ഓഫീസ് എക്സ്പെൻസസ്, ഓഫീസും മറ്റും ചെലവുകൾ കുറക്കണം. ഇൻകം ടാക്സ് പെനാൽറ്റി കുറക്കണോ? വേണ്ട. ഇൻകം ടാക്സ് പെനാൽറ്റി ഇതിൽ കുറക്കാൻ പാടില്ല, അത് അഡ്മിസിബിൾ ഡിഡക്ഷൻ അല്ല. എന്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് വന്ന ഒരു എക്സ്പെൻസ് അല്ല, അല്ലേ? അപ്പോൾ അത് കുറക്കാൻ പാടില്ല. പിന്നെ കോൺട്രിബ്യൂഷൻ ടു PPF, പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? 26,000 രൂപ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇതെന്താ ചെയ്യുക? ഇയാളെ
എക്സ്പെൻസ് ആയിട്ട് കുറക്കാൻ പറ്റുമോ? ഇല്ല, എക്സ്പെൻസ് ആയിട്ട് കുറക്കാൻ പാടില്ല, അത് എടുക്കാൻ പാടില്ല. പക്ഷെ എവിടെ എടുക്കണം? ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C കോൺട്രിബ്യൂഷൻ ടു PPF എന്ന് പറഞ്ഞ് 26,000 രൂപ കുറക്കണം. 80C കുറക്കണം. ഓക്കെ, ബാലൻസ് ക്യാരി ഡൗണും വേണ്ടയില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. നമുക്ക് ഏതൊക്കെ വേണ്ട? ഇൻകം ടാക്സ് പെനാൽറ്റി വേണ്ട, കോൺട്രിബ്യൂഷൻ ടു PPFും വേണ്ട. ഇനി ഇതൊന്നും നേരിട്ട് അതിന് എടുക്കാൻ പറ്റില്ല, നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്, നോക്കാം. അഡീഷണൽ ഇൻഫർമേഷൻ. ഒന്നാമത് പറഞ്ഞു, ഡിപ്രീസിയേഷൻ ഓൺ ഫർണിച്ചർ ഈസ് അഡ്മിസിബിൾ അറ്റ് 10% പെർ ആനം. ഡിപ്രീസിയേഷൻ ഓൺ ഫർണിച്ചറിന്റെ എമൗണ്ട് 28,000 രൂപയാണ്. അതിന്റെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 10%. അതായത് 2,800 രൂപയാണ് അതിന്റെ ഡിപ്രീസിയേഷൻ നമ്മൾ അഡ്മിസിബിൾ ചെയ്യേണ്ടത്. ഡിപ്രീസിയേഷൻ ഓൺ കാർ ഈസ് റുപ്പീസ് 1,35,000. കാറിന്റെ ഡിപ്രീസിയേഷൻ 1,35,000 രൂപയെന്ന് പറഞ്ഞു. കാർ എക്സ്പെൻസ് 1,22,500 ഉണ്ട്. ഇവിടെ കാറിന്റെ ഡിപ്രീസിയേഷൻ 1,35,000 രൂപ ഉണ്ടെന്ന് പറഞ്ഞു. അത് നമുക്ക് മുഴുവനായിട്ട് കുറക്കാം. കാറിന്റെ എമൗണ്ട് അല്ലല്ലോ പറഞ്ഞത്, ഡിപ്രീസിയേഷൻ എമൗണ്ട് അവർ കാൽക്കുലേറ്റ് ചെയ്ത് ആ എമൗണ്ട് ആണ് തന്നത്. രണ്ടാമതായിട്ട് നോക്ക്, 20% കാർ എക്സ്പെൻസസ് ആർ അട്രിബ്യൂട്ടബിൾ ടുവേർഡ്സ് യൂസ് ഓഫ് കാർ ഫോർ പേഴ്സണൽ പർപ്പസ്, പേഴ്സണൽ യൂസ്. അതായത് ഈ കാറിന്റെ 20% ഉപയോഗിക്കുന്നത് പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് കാർ എക്സ്പെൻസിന്റെ മുഴുവൻ എമൗണ്ടും അഡ്മിസിബിൾ എക്സ്പെൻസ് അല്ല. 80% മാത്രമേ അഡ്മിസിബിൾ എക്സ്പെൻസ് ആയിട്ട് കുറക്കാൻ പറ്റുള്ളൂ. 20% അദ്ദേഹത്തിന്റെ പേഴ്സണൽ എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ള കാർ എക്സ്പെൻസസ് 1,22,500 ഉണ്ടല്ലോ, ഇതിന്റെ 80% മാത്രമേ അഡ്മിസിബിൾ ഡിഡക്ഷൻ ഉള്ളൂ. 20% നമ്മൾ കുറക്കാൻ പാടില്ല. അപ്പൊ എത്ര നോക്കണം? ഇതിന്റെ 80% കണ്ട് ആ എമൗണ്ട് ആണ് ഡിഡക്ട് ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ കാറിന്റെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 1,35,000 രൂപയുണ്ട്. ഇത് ഒരു കാറിന്റെ മുഴുവനായിട്ട് വന്നിട്ടുള്ള ഡിപ്രീസിയേഷൻ ആണ്. അതിന്റെ 80% മാത്രമേ ഓഫീസ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇതിന്റെ 80% മാത്രമേ അഡ്മിസിബിൾ ഡിഡക്ഷൻ ഉള്ളൂ. അപ്പൊ കാറ് എന്ന് പറയുന്നത് 20% പേഴ്സണൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറുമായി ബന്ധപ്പെട്ട് പിന്നെ വരുന്ന എല്ലാ എക്സ്പെൻസും, ഡിപ്രീസിയേഷൻ ആയിക്കോട്ടെ മറ്റുള്ള എക്സ്പെൻസ് ആയിക്കോട്ടെ, അതിന്റെ 80% എന്ത് ചെയ്യാൻ പാടുള്ളൂ? പിന്നെ അഡ്മിസിബിൾ ഡിഡക്ഷൻ ആയിട്ട് കുറക്കാൻ പാടുള്ളൂ. 20% എന്തായി? പേഴ്സണൽ എക്സ്പെൻസ് ആയി മാറി. ഓക്കെ, അടുത്തായിട്ട് നോക്ക്, ഫീസ് ഡ്യൂ ബട്ട് ഔട്ട്സ്റ്റാൻഡിങ് 4,50,000. ഫീസ് കിട്ടാനായിട്ടുണ്ട് പക്ഷെ കിട്ടിയിട്ടില്ല. ഫീസേ ക്ലയൻസിന്റെ കയ്യിൽ നിന്ന് ഫീസ് കിട്ടാനായിട്ടുണ്ട്, കിട്ടിയിട്ടില്ല. എത്ര? 4,50,000 രൂപ. അത് നമ്മളിവിടെ എടുക്കാൻ പാടില്ല. കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അത് നമ്മുടെ ഇൻകമായിട്ട് കണക്കാക്കാൻ പാടുള്ളൂ എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ഡ്യൂ ആണ്, ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. കിട്ടിയിട്ടില്ല, കിട്ടാനായിട്ടുണ്ട്, കിട്ടിയിട്ടില്ല. അത് നമ്മൾ എടുക്കേണ്ട ആവശ്യമേ ഇല്ല. നെക്സ്റ്റ്, ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഇൻകം ഫ്രം അതർ സോഴ്സ്, ഇയാൾക്ക് അതർ സോഴ്സസിൽ നിന്നും 3,70,000 രൂപ ഇൻകം ഉണ്ട്. അത് ഏതെട്ടിൽ എടുക്കണം? ഇൻകം ഫ്രം അതർ സോഴ്സിൽ എടുക്കണം. ഇവിടെ നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞതെല്ലാം പ്രൊഫഷനിൽ വരുന്നതാണ്. ഒരു 80Cന്റെ ഒരു കാര്യം അല്ലാതെ ബാക്കിയൊക്കെ പ്രൊഫഷനിൽ വരുന്നതാണ്. പക്ഷെ ഇപ്പോൾ പറഞ്ഞു അതർ സോഴ്സിൽ 3,70,000 രൂപയുണ്ട്. തീർന്നില്ല. ഹി പർച്ചേസ്ഡ് എ കമ്പ്യൂട്ടർ. ഇതേ ഒരു കമ്പ്യൂട്ടർ വാങ്ങിയിട്ടുണ്ട്. എത്ര രൂപക്കാണ്? ₹75,000 ഓൺ March 10, 2019. 2019 മാർച്ച് 10-ാം തീയതി അദ്ദേഹം 75,000 രൂപക്ക് ഒരു കമ്പ്യൂട്ടർ വാങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം 2019 ഏപ്രിൽ 1 മുതലാണ് നിലവിലുള്ള പ്രീവിയസ് ഇയർ തുടങ്ങുന്നത് അല്ലേ? 2019 ഏപ്രിൽ 1 മുതൽ 2020 മാർച്ച് 31 വരെയാണുള്ള പ്രീവിയസ് ഇയറിൽ. അപ്പോൾ അതിൻ്റെയൊക്കെ മുമ്പാണ് എന്ത് ചെയ്തിട്ടുള്ളത്? പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പെയാണ് 75,000 രൂപയ്ക്ക് കമ്പ്യൂട്ടർ വാങ്ങിയിട്ടുള്ളത്. ശരിയല്ലേ? എന്നിട്ട് പറയാണ്, ഇറ്റ് ഈസ് അവർ പുട്ട് ടു യൂസ് December 3, 2019. അതായത് 2019 ഡിസംബർ 3-ാം തീയതിയാണ് എന്ത് ചെയ്യുന്നത്? ഇത് ഉപയോഗിക്കുന്നത്. കമ്പ്യൂട്ടർ വാങ്ങിയത് വെച്ചു, പക്ഷെ ഉപയോഗത്തിലെടുത്ത എന്നാണ് 2019 ഡിസംബർ 3-ാം തീയതിയാണ്. നമുക്കറിയാം ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ആകെ 4 മാസം മാത്രമേ പ്രീവിയസ് ഇയറിൽ ഇത് ഉപയോഗിച്ചിട്ടുള്ളൂ അല്ലേ? 2019 ഡിസംബർ 3 4 മാസം, 4 മാസം മാത്രമേ ഈ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടുള്ളൂ. നമ്മൾ പറഞ്ഞിരുന്നു, ഒരു ഫിക്സ്ഡ് അസറ്റ് വാങ്ങി 6 മാസം ആയിട്ടില്ല എങ്കിൽ, 6 മാസം തികഞ്ഞിട്ടില്ല എങ്കിൽ അതിന്റെ ഹാഫ് റേറ്റ് ഓഫ് ഡിപ്രീസിയേഷനെ ചാർജ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിരുന്നു അല്ലേ? പക്ഷെ 6 മാസം കൂടുതലായിട്ടുണ്ടെങ്കിലോ എന്ത് ചെയ്യണം? ഫുൾ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം. ഇവിടെ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ 40% ആണ്. ഇവിടെ മുഴുവൻ പെർസെൻറ്റേജും ചാർജ് ചെയ്യണം. എന്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉപയോഗിച്ചത് ഡിസംബർ 3-ലാണെങ്കിലും ഇത് വാങ്ങിയിട്ടുള്ളത് പ്രീവിയസ് ഇയറിന് തൊട്ടു മുമ്പുള്ള വർഷമാണ്. പ്രീവിയസ് ഇയറിന് തൊട്ടു മുമ്പുള്ള വർഷമല്ലേ 2019 മാർച്ച് 10 എന്ന് പറയുന്നത്? ഏപ്രിൽ 1 മുതലായി പ്രീവിയസ് ഇയർ തുടങ്ങുള്ളൂ. അപ്പൊ അതിന്റെ തൊട്ടുമുമ്പ് ഒരു മാസം മുമ്പ് വാങ്ങിയിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ എന്താക്കി കണക്കാക്കണം, ഇത് അന്ന് മുതൽ വാങ്ങിയതായതുകൊണ്ട് തന്നെ അതിന് ഫുൾ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം. ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് 4 മാസമായിട്ടുള്ളൂ എന്ന് പറഞ്ഞ് ഹാഫ് റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യരുത്. അതായത് ഈ 75,000 രൂപയുടെ 40% ഡിപ്രീസിയേഷൻ ഏതിന് ചാർജ് ചെയ്യാം? കമ്പ്യൂട്ടറിന് ചാർജ് ചെയ്യാം. പറഞ്ഞു ഡിറ്റർമിൻ ടാക്സബിൾ ഇൻകം ആൻഡ് ടാക്സ് ലയബിലിറ്റി ഓഫ് സി ഫോർ ദി അസസ്മെന്റ് ഇയർ 2020-21. ഇദ്ദേഹത്തിന്റെ ടോട്ടൽ ഇൻകവും ടാക്സ് ലയബിലിറ്റിയും കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പറഞ്ഞ പോലെയാണ് എന്താ ചെയ്യേണ്ടത്, എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഏകദേശം ധാരണ കിട്ടിയിട്ടുണ്ടാവും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രോബ്ലം ചെയ്യേണ്ടത്. നമുക്ക് എങ്ങനെ പ്രോബ്ലം ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിന് ആൻസർ ചെയ്യാണ്. ഹെഡിങ് കൊടുക്കുകയാണ് കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സബിൾ ഇൻകം ആൻഡ് ടാക്സ് ലയബിലിറ്റി. ടാക്സബിൾ ഇൻകം ആൻഡ് ടാക്സ് ലയബിലിറ്റി. ഫസ്റ്റ് നമുക്ക് തന്നിരുന്ന റെസീപ്റ്റ് സൈഡിൽ ഫസ്റ്റ് പറയുന്നത് എന്താണ്? ഫീസ് ഫ്രം ക്ലയൻസ്. ഫീസ് ഫ്രം ക്ലയൻസ് എത്ര രൂപയാണ്? ഫീസ് ഫ്രം ക്ലയൻസ് 2019-20 10,60,60,000 രൂപയുണ്ട്. 10,60,60,000 രൂപയുണ്ട്. 2018-19 45,000 രൂപയുണ്ട്. അതായത് ഔട്ട്സ്റ്റാൻഡിങ്ങിൻ്റെ എമൗണ്ട് നമ്മൾ എടുക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ ഫീ ഡ്യൂ ആയിട്ടുണ്ട് ഔട്ട്സ്റ്റാൻഡിങ്, അത് അടുത്ത വർഷത്തേക്കാണ് ഇങ്ങനെ എടുക്കേണ്ടത്. ഇപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിരുന്നില്ലേ, ഒരു ഡ്യൂ ബട്ട് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞിട്ട് ആ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഏത് വർഷമാണ് കിട്ടുന്നത് ആ വർഷത്തെ ഇംഗത്തിലാണ് ചാർജ് ചെയ്യേണ്ടത്. നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വർഷത്തിൽ ഒരിക്കലും ചാർജ് ചെയ്യാൻ പാടില്ല, കിട്ടുന്ന വർഷമാണ് ചാർജ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ 45,000 രൂപ നമ്മൾ എന്ത് ചെയ്യണം, ഈ വർഷത്തിലാണ് ചാർജ് ചെയ്യേണ്ടത്. അപ്പോൾ എത്രയാണോ? 10,60,60,000 45,000 കൂട്ടിക്കഴിഞ്ഞാൽ 11,05,000. ഇനി അടുത്ത റെസിപ്റ്റ് എന്തായിരുന്നു? പ്രസന്റ് ഫ്രം ക്ലയൻസ് ആണ് അല്ലേ? പ്രസന്റ് ഫ്രം ക്ലയൻസ്. പ്രസന്റ് ഫ്രം ക്ലയൻസ് എത്ര രൂപയുടെ ക്ലയൻസ്, എത്ര രൂപയുടെ പ്രസന്റാണ് കിട്ടിയത്? 20,000 രൂപയുടെ. 20,000 രൂപയുടെ പ്രസന്റ് കിട്ടി. അതിനുള്ളല്ലോ ഇവിടെ. അപ്പോൾ രണ്ടും കൂട്ടാണ്. അപ്പോൾ എത്ര കിട്ടും? ഒരു 11,25,000 കിട്ടും. 11,25,000. ഇനി ഇതിൽ നിന്ന് എന്ത് കുറക്കണം? അഡ്മിസിബിൾ ഡിഡക്ഷൻസ് കുറക്കണം. അഡ്മിസിബിൾ ഡിഡക്ഷൻസ് അല്ലെങ്കിൽ എക്സ്പെൻസസ് അല്ലേ? അഡ്മിസിബിൾ എക്സ്പെൻസസ് കുറക്കണം. എന്തൊക്കെയാണ് അഡ്മിസിബിൾ എക്സ്പെൻസ് ഇവിടെ അല്ലേ നോക്കാം. പർച്ചേസ് ഓഫ് ഫർണിച്ചർ ഉണ്ട് അല്ലേ? അപ്പോൾ ഫർണിച്ചർ ഡിപ്രീസിയേഷനെ കുറക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇതാണ് ഡിപ്രീസിയേഷൻ ഓൺ ഫർണിച്ചർ. ഡിപ്രീസിയേഷൻ ഓഫ് ഫർണിച്ചർ നമ്മോട് പറഞ്ഞു 10% ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാൻ പാടുള്ളൂ എന്നല്ലേ. 28,000 രൂപയാണ് ഫർണിച്ചറിൻ്റെ വില. അതിൻ്റെ 10% എന്ന് പറയുന്നത് എത്രയാണ്? 2,800 രൂപ. പിന്നെ അടുത്തായിട്ട് എന്താണ്? കാർ എക്സ്പെൻസസ്. കാർ എക്സ്പെൻസസ് കുറക്കാം, പക്ഷെ എന്ത് ചെയ്യരുത്, മുഴുവൻ എമൗണ്ട് കുറയ്ക്കരുത്. എന്തുകൊണ്ടാണ്? കാറിൻ്റെ 20% ഉപയോഗിക്കുന്നത് പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ടാണ്. കാർ എക്സ്പെൻസസ് 1,22,500 ആണ്. അതിൻ്റെ 80% മാത്രം കുറക്കുക. എത്ര ഉണ്ടാവും? 1,22,500ൻ്റെ 80% 98,000 രൂപ ഉണ്ടാവും. 98,000 രൂപ ഉണ്ടാവും. അടുത്തായിട്ട് പറഞ്ഞ എന്താണ്? സാലറി ടു സ്റ്റാഫ്. അപ്പോൾ അത് കുറക്കാം. സാലറി ടു സ്റ്റാഫ്. സാലറി ടു സ്റ്റാഫ് എത്രയാണ്? സാലറി ടു സ്റ്റാഫ് 4,41,000. അടുത്ത ഐറ്റം ഓഫീസ് റെൻ്റ് ഉണ്ട് ഇവിടെ. ഓഫീസ് റെൻ്റ് 20,000. അടുത്ത ഐറ്റം ഓഫീസ് എക്സ്പെൻസസ് ഉണ്ട്. ഓഫീസ് എക്സ്പെൻസസ് 10,000. പിന്നെ ഇൻകം ടാക്സ് പെനാൽറ്റി എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കോൺട്രിബ്യൂഷൻ ടു PPF ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C കുറക്കേണ്ടതാണ്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കാം. ഡിപ്രീസിയേഷൻ ഫർണിച്ചർ 10%. ഡിപ്രീസിയേഷൻ കാറ് അല്ലേ? അപ്പോൾ അത് ഓർക്കാം. ഡിപ്രീസിയേഷൻ കാറ്. ഡിപ്രീസിയേഷൻ ഓൺ കാറ് 1,35,000 ഡിപ്രീസിയേഷൻ കാറ്. നമ്മൾ പറഞ്ഞു അതിൻ്റെ 80% മാത്രമേ ഓർക്കാൻ പാടുള്ളൂ. കാരണം 20% എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്? 20% പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ 1,35,000 രൂപയുടെ 80% എന്ന് പറഞ്ഞാൽ 1,08,000 രൂപ ഉണ്ടാവും. അടുത്തായിട്ട് എന്താണ്? ഫീസ് ഡ്യൂ ബട്ട് ഔട്ട്സ്റ്റാൻഡിങ് അല്ലേ? 4,80,000 രൂപ ഇവിടെ എടുക്കേണ്ടതില്ല. ഏത് വർഷമാണ് കിട്ടുന്നത് ആ വർഷം എടുക്കാം. ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ് പിന്നെ ഉള്ളത്. പിന്നെ കമ്പ്യൂട്ടറിൻ്റെ ഡിപ്രീസിയേഷൻ ഉണ്ട് അല്ലേ? അത് ഓർക്കണ്ടേ? ഡിപ്രീസിയേഷൻ ഓൺ കമ്പ്യൂട്ടർ. ഡിപ്രീസിയേഷൻ ഓൺ കമ്പ്യൂട്ടർ 75,000 രൂപയാണ്. അതിൻ്റെ 40% ഫുൾ എമൗണ്ട് ചാർജ് ചെയ്യണം. എത്ര ഉണ്ടാവും? 30,000 രൂപ ഉണ്ടാവും.
30,000 രൂപ ഉണ്ടാവും. 30,000 രൂപയുടെ 40% 30,000 രൂപ ഉണ്ടാവും. ഇനി നമുക്കിവിടെ തന്നിട്ടുള്ള ഏത് മാത്രമേ ഉള്ളൂ, ഇൻകം ഫ്രം അതർ സോഴ്സസ് 3,70,000 ഉണ്ടെന്നാ. അത് നമ്മൾ ഈ ഹെഡിലല്ലല്ലോ ഉപയോഗിക്കുക, അതുകൊണ്ട് നമ്മൾ ഇതിവിടെ കൂട്ടുകയാണ്. എല്ലാ അഡ്മിസിബിൾ എക്സ്പെൻസ് കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 7,09,800 രൂപ കിട്ടും. അതായത് നമ്മുടെ ടോട്ടൽ ഇൻകത്തിൽ നിന്നും, ടോട്ടൽ ഇൻകം മീൻസ് ഈ പ്രൊഫഷൻ ഇൻകത്തിൽ നിന്നും പ്രൊഫഷൻ എക്സ്പെൻസ് ഓർക്കുമ്പോൾ എത്ര കിട്ടും? 4,15,200 കിട്ടും. അതിനെന്ത് പേര് കൊടുക്കും? ഇൻകം ഫ്രം പ്രൊഫഷൻ. ഇൻകം ഫ്രം പ്രൊഫഷൻ. അപ്പോൾ ഇൻകം ഫ്രം പ്രൊഫഷൻ കിട്ടി. ഇനി ഒരു കൂടി ഇൻകം ഉണ്ട്. ഏതാണ്? ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഇൻകം ഫ്രം അതർ സോഴ്സസ്. എത്രയാണ് ഇൻകം ഫ്രം അതർ സോഴ്സസ്? ക്വസ്റ്റ്യൻ തന്നത് 3,70,000. 3,70,000 ഇതന്നെ ഉള്ളൂ. വേറെ ക്യാപിറ്റൽ ഗെയിനിന്നോ അല്ലെങ്കിൽ അതർ സോഴ്സിൽ നിന്നൊന്നും പിന്നെ ഹൗസ് പ്രോപ്പർട്ടി ഒന്നും പറഞ്ഞിട്ടില്ല, സാലറി ആയിട്ടും ഇല്ല. അപ്പോൾ ഇതന്നെ എന്തേ ഉള്ളൂ? ഇൻകം ഉള്ളൂ. അത് നമ്മൾ കൂട്ടാണ്. കൂട്ടുമ്പോൾ എത്ര കിട്ടും? 7,85,200 കിട്ടും. അതാണെന്ത്? ഗ്രോസ് ടോട്ടൽ ഇൻകം. ഗ്രോസ് ടോട്ടൽ ഇൻകം. ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C ഉണ്ട് അല്ലേ? ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C കോൺട്രിബ്യൂഷൻ ടു PPF എന്ന് പറഞ്ഞ ഐറ്റം ഉണ്ടായിരുന്നു. PPFിലേക്ക് എത്ര രൂപയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? 26,000 രൂപ. 26,000 രൂപ. 7,85,200 നിന്നും 26,000 കുറച്ച് കഴിഞ്ഞാൽ 7,59,200 കിട്ടും. ഇതാണെന്ത്? ടോട്ടൽ ഇൻകം. ടോട്ടൽ ഇൻകം കിട്ടി. ഇനി ഇവിടെ എന്ത് ചെയ്യണം? ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അദ്ദേഹത്തിന് ടാക്സബിൾ ഇൻകം കിട്ടി. ഇനി ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാണ്. ടാക്സ് ലയബിലിറ്റി ഫസ്റ്റ് 2,50,000 നിൽ, നെക്സ്റ്റ് 2,50,000 5% 12,500. പിന്നെ ബാക്കി എത്ര ഉണ്ടാവും? 5 ലക്ഷം കഴിഞ്ഞു. ബാക്കി ഇനി 2,59,200 20% എത്ര ഉണ്ടാവും? 2,59,000 20%. 51,840. 51,840 ഉണ്ടാവും. ഇത് മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ 64,340 കിട്ടും. അതിൻ്റെ കൂടെ സർചാർജിൻ്റെ ആഡ് ചെയ്യണം, ടാക്സ് റിബേറ്റിൻ്റെ കുറക്കണം. ഇവിടെ സർചാർജും ഇല്ല, ടാക്സ് റിബേറ്റും ഇല്ല. 5 ലക്ഷത്തിൽ കുറവും അല്ല, 50 ലക്ഷത്തിൽ കൂടുതലും അല്ല. അതുകൊണ്ട് നമുക്ക് സർചാർജും അതുപോലെ തന്നെ ടാക്സ് റിബേറ്റും ഒന്നും അഡ്ജസ്റ്റ് ചെയ്യേണ്ടതില്ല. എന്ത് കൂട്ടാം? ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 4% കൂട്ടണം. ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 4% എന്ന് പറയുമ്പോൾ ഈ എമൗണ്ടിൻ്റെ 4% 2,574 ഇതിനോട് കൂടി കൂട്ടിയാൽ 66,914. 66,914 ടാക്സ് ലയബിലിറ്റി. ഇത് നമുക്ക് റൗണ്ട് ചെയ്യണം. റൗണ്ട് ടു 66,910 റൗണ്ട് ചെയ്യുക. ഇത് 15 അതിൽ കൂടുതലായിരുന്നെങ്കിൽ 20 റൗണ്ട് ചെയ്യാമായിരുന്നു. ഇങ്ങനെയാണ് പ്രോബ്ലം ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ പഠിച്ചത് മാത്രമാണ് ഇൻകം ഫ്രം പ്രൊഫഷൻ കാണാൻ. അപ്പോൾ നമ്മൾ ശരിക്കും പഠിച്ചത് നമ്മൾ ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന് പറയുന്ന എഡിൽ പഠിച്ചിരുന്ന സംഗതി ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് പഠിച്ചു. അങ്ങനെയും എന്ത് ചെയ്യാം? പരീക്ഷയ്ക്ക് ചോദിക്കാം. ഓക്കെ, ടാക്സ് ലയബിലിറ്റി കാണാനായിരിക്കും പറയാം, പക്ഷേ ഇങ്ങനെ ഏതെങ്കിലും ഐറ്റേക്കരം. അപ്പോൾ നമുക്ക് അതും അറിയണം, ഇതും അറിയണം. ടാക്സ് ലയബിലിറ്റി കാണാനും അറിയണം, പ്രൊഫഷൻ ഇൻകം കാണാനും അറിയണം. അത്രയും കാര്യങ്ങൾ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ അതും നിങ്ങൾ എന്ത് ചെയ്യണം? ശരിക്കും പഠിച്ച് മനസ്സിലാക്കുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.